നമ്മുടെ വീഡിയോ കാണുന്ന ആരും ഇനി വെറുതെ വിടില്ല കേട്ടോ. എല്ലാവരെയും പിടിച്ച് നല്ലൊരു ടെക്നീഷ്യൻ ആക്കിയിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. നിങ്ങൾക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റിംഗ് പഠിക്കണോ എങ്കിൽ ഒന്നും നോക്കണ്ട, കൂടെ അങ്ങ് പോന്നോളൂ. എല്ലാം നല്ല കിഡിലനായിട്ട് പറഞ്ഞു തരാം ഫ്രണ്ട്സ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഒരു ലൈക്കായിട്ട് അങ്ങോട്ട് പോന്നോട്ടെ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ചെക്ക് ചെയ്ത് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ നല്ലൊരു മൾട്ടിമീറ്റർ ഉണ്ടാവണം. ഇതുപോലത്തെ ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ വെറും 200 രൂപയിൽ താഴെ വിലക്ക് കിട്ടും. എന്നാൽ ഇതുപോലത്തെ മാസ്റ്റെക് പോലെയുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളുടെ മീറ്റർ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ടെസ്റ്റിംഗ് ഓപ്ഷനുകൾ കൂടുതലുണ്ടാവും കേട്ടോ. അതെന്തൊക്കെയാണെന്നും മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള ടെസ്റ്റിങ്ങുകളും ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഈ മൾട്ടിമീറ്റർ നമ്മൾ വാങ്ങുമ്പോൾ ഇതിന്റെ കൂടെ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അത് മുഴുവൻ വായിച്ചാൽ തന്നെ ഇതിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നും മറ്റുമുള്ള ഏകദേശ ധാരണ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ടെസ്റ്റിംഗ് പ്രോബുകളാണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത്. ഇതിലുള്ള ഈ ടോപ്പുകൾ അഴിച്ചു വെച്ചിട്ട് കോമൺ എന്ന് എഴുതിയിരിക്കുന്ന ഈ നടുവിലെ ഹോളിലേക്ക് ബ്ലാക്ക് പ്രോബും വലതുഭാഗത്തുള്ള ഈ ഹോളിലേക്ക് റെഡ് പ്രോബും കണക്ട് ചെയ്താൽ നമുക്ക് ടെസ്റ്റിംഗ് ആരംഭിക്കാം. ടെസ്റ്റ് ചെയ്യുന്ന നീഡിൽ നീളം കൂട്ടണമെങ്കിൽ ഈ ടോപ്പ് ഊരി വെച്ചാൽ മതി കേട്ടോ. മാസ്റ്റെക്കിന്റെ 830 എന്ന മോഡൽ നമ്പറിലുള്ള ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ മീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഡിസ്പ്ലേയിൽ ഡിജിറ്റുകൾ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് എന്തെങ്കിലും ടെസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ വ്യക്തമായി കാണുന്നതിനായി ഇതിലൊരു ബാക്ക് ലൈറ്റ് കൂടി ഉണ്ട് കേട്ടോ. അത് ഈ ബട്ടൺ അമർത്തിയാൽ ഇതുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഡിസ്പ്ലേയിലുള്ള റീഡിംഗ് കാണാവുന്നതാണ്. പിന്നെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിംഗ് നടത്തിയിട്ട് കിട്ടിയ റീഡിംഗ് ഡിസ്പ്ലേയിൽ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേയിലുള്ള റീഡിംഗ് നമ്മൾ ടെസ്റ്റിംഗ് അവസാനിപ്പിച്ച് പ്രോബുകൾ കണക്ഷനിൽ നിന്ന് വേർപെടുത്തിയാലും ഈ ഹോൾഡ് ബട്ടൺ നമ്മൾ ഓഫ് ചെയ്യുന്നത് വരെ ഡിസ്പ്ലേയിൽ അതേപോലെ തുടർന്ന് കാണിക്കുന്നതാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന്റെ പുറകിലുള്ള ഈ സ്റ്റാൻഡ് നിവർത്തിയിട്ട് ടേബിളിൽ ഇതുപോലെ വെച്ചാൽ നല്ല കിഡിലനായിട്ട് എന്ത് ടെസ്റ്റിംഗ് നടത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായി ടെസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത് DC വോൾട്ട് ആണ്. ആദ്യം നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളിലേക്ക് മൾട്ടിമീറ്റർ ഇതുപോലെ കണക്ട് ചെയ്താൽ നിലവിൽ ബാറ്ററി ഉള്ള വോൾട്ട് എത്രയാണെന്ന് ഇതുപോലെ നമുക്ക് മീറ്ററിന്റെ ഡിസ്പ്ലേയിൽ കാണാം. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ DC വോൾട്ട് നമ്മൾ പ്രോബുകൾ പോസിറ്റീവും നെഗറ്റീവും മാറി ടെസ്റ്റ് ചെയ്താലും വോൾട്ടേജ് കൃത്യമായി കാണിക്കും. പക്ഷേ പോളാരിറ്റി മാറിയതിന്റെ സൂചനയായി ഡിസ്പ്ലേയുടെ ഇടതുഭാഗത്ത് ഒരു മൈനസ് മാർക്ക് കാണിക്കുമെന്ന് മാത്രം. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 12 വോൾട്ട് ബാറ്ററിയാണ്. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാറ്ററിയുടെ ടെർമിനലിലേക്ക് പ്രോബുകൾ കണക്ട് ചെയ്താൽ കൃത്യമായി ബാറ്ററിയിലുള്ള വോൾട്ട് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ക്ലോക്കിലും റിമോട്ട് കൺട്രോളിലും എല്ലാം ഉപയോഗിക്കുന്ന സാധാരണ 1.5 വോൾട്ട് ബാറ്ററികളും ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തതായി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് AC വോൾട്ട് ആണ്. വൈദ്യുതി ലൈനിലൂടെ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന സപ്ലൈ എല്ലാം AC ആണ്. അതായത് അതിന് പോസിറ്റീവും നെഗറ്റീവും ഒന്നുമില്ല കേട്ടോ. നോർമൽ നമുക്ക് 230 വോൾട്ട് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിൽ AC 600 വോൾട്ട് സ്കെയിലിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ലൈനിലുള്ള AC വോൾട്ടേജ് മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ലൈനിൽ വോൾട്ടേജ് കുറവുള്ളതും കൂടുതലുള്ളതും എല്ലാം ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളെ DC വോൾട്ടും AC വോൾട്ടും ടെസ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഈ ബസറിന്റെ ചിഹ്നമുള്ള ഭാഗത്തേക്ക് ഈ സെലക്ടർ സ്വിച്ച് തിരിച്ചു വെക്കണം. ഇനി നമുക്ക് ഇതുപോലെ വയറുകളും ഫ്യൂസുകളും എല്ലാം ടെസ്റ്റ് ചെയ്യാം. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഡിസ്പ്ലേയിൽ കാണിക്കും. കൂടെ ബസറിൽ നിന്ന് ശബ്ദവും ഉണ്ടാകും. കണക്ഷൻ ഇടയ്ക്ക് വെച്ച് കട്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മീറ്ററിൽ റീഡിങ്ങും ശബ്ദവും ഒന്നും ഉണ്ടാകില്ല. ഇനി നമുക്ക് റെസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി മീറ്റർ ഓംസ് ടെസ്റ്റ് ചെയ്യുന്ന സ്കെയിലിലേക്ക് തിരിച്ചു വെക്കണം. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 22K റെസിസ്റ്റർ ആണ്. അതുകൊണ്ട് 200K വരെ ടെസ്റ്റ് ചെയ്യുന്ന സ്കെയിലിലേക്കാണ് മീറ്റർ വെച്ചിട്ടുള്ളത്. റെസിസ്റ്ററിന്റെ എല്ലാം വാല്യൂ കളർ കോഡ് ആയിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കളർ കോഡ് പഠിക്കണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, നമുക്കൊരു പൊള്ളി വീഡിയോ ചെയ്യാം. റെസിസ്റ്ററിന്റെ രണ്ടറ്റത്തും ഓരോ പ്രോബുകൾ ഇതേപോലെ കണക്ട് ചെയ്താൽ വാല്യൂ ഡിസ്പ്ലേയിൽ കാണിക്കും. അതിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിലും ഒട്ടും കാണിക്കുന്നില്ലെങ്കിലും റെസിസ്റ്റർ കേടായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഡയോഡിന്റെ ചിഹ്നം കാണിക്കുന്ന ഈ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാൽ ഡയോഡുകൾ ടെസ്റ്റ് ചെയ്യാം. ഡയോഡിന്റെ വരയില്ലാത്ത പോസിറ്റീവ് ഭാഗത്ത് റെഡ് പ്രോബും വരയുള്ള നെഗറ്റീവ് ഭാഗത്ത് ബ്ലാക്ക് പ്രോബും കണക്ട് ചെയ്താൽ ഡിസ്പ്ലേയിൽ റീഡിംഗ് കാണിക്കും. ഇത് നേരെ തിരിച്ച് കണക്ട് ചെയ്താൽ ഇതുപോലെ റീഡിംഗ് കാണിക്കാൻ പാടില്ല കേട്ടോ. രണ്ട് ഭാഗത്തേക്കും കാണിക്കുന്നുണ്ടെങ്കിലും ഏത് ഭാഗത്തേക്കും തീരെ കാണിക്കുന്നില്ലെങ്കിലും ഡയോഡ് കേടായതാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് DC ആംപിയർ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത്തരം ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളിൽ 10 ആംപിയർ വരെ DC ചെക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് റെസിസ്റ്റൻസും വോൾട്ടേജും ചെക്ക് ചെയ്യുന്ന പോർട്ടിൽ നിന്നും റെഡ് പ്രോബ് ഊരിയെടുത്ത് ഇടത് സൈഡിലുള്ള 10 ആംപിയർ എന്ന് എഴുതിയിട്ടുള്ള ഈ ഹോളിലേക്ക് കണക്ട് ചെയ്യണം. ആംപിയർ ടെസ്റ്റ് ചെയ്യുന്നതിന് പ്രോബുകൾ ലോഡിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഇവിടെ ലോഡായി കണക്ട് ചെയ്തിരിക്കുന്ന ബൾബിന്റെ ഒരു കണക്ഷൻ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കണക്ഷൻ മൾട്ടിമീറ്റർ വഴി സീരീസ് ആയി നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് എത്ര ആംപിയർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇതുപോലെ മീറ്ററിൽ കാണാം. ഇനി പ്രോബ് HFE എന്ന പോയിന്റിലേക്ക് തിരിച്ചു വെച്ചാൽ ട്രാൻസിസ്റ്ററുകളും ചെക്ക് ചെയ്യാം.
ഇവിടെ ചെറിയ 8 ഹോളുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ മുകളിലെ വരിയിൽ NPN ട്രാൻസിസ്റ്ററുകളും താഴത്തെ വരിയിൽ PNP ട്രാൻസിസ്റ്ററുകളും അതിന്റെ ബേസ്, എമിറ്റഡ്, കളക്ടർ എന്നിവ കൃത്യമായി വരുന്ന രീതിയിൽ ഇതുപോലെ ഇറക്കി വെച്ചാൽ റീഡിംഗ് കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കേടായിട്ടുണ്ടാവും. ഇതുപോലത്തെ വില കുറഞ്ഞ മൾട്ടിമീറ്റർ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണിച്ച മാസ്റ്റെക്കിന്റെ മൾട്ടിമീറ്റർ ആണെങ്കിലും ടെസ്റ്റിംഗ് എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ പല ക്വാളിറ്റിയിലുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളും അനലോഗ് മൾട്ടിമീറ്ററുകളും ക്ലാമ്പ് മീറ്ററുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ കിട്ടും ഫ്രണ്ട്സ്. നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്നും ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. താങ്ക്